guys, welcome back to my YouTube channel. ഇന്ന് ഞങ്ങൾ പുതിയ വീഡിയോ ആയിട്ട് വന്നിക്കണത് ഗായ്സ്. ഞങ്ങൾ ഇന്ന് പേൽക്കത്തറി കണ്ടോ പോണത്. ഇതാണ് പോണ വഴി. അടിപൊളി റോഡാട്ടോ ഗായ്സ്. ഈ റോഡിൽ കുഴി പോലും ഇല്ല, നാട്ടിലത്തെ പോലെ അല്ല കേട്ടോ റോഡ്. കൊറേ ക്യാമറ ഉണ്ട്, അതുകൊണ്ട് എന്റെ ഉണ്ണി എപ്പോഴും ഫ്രണ്ടിൽ കയറും. പിന്നെ ഉണ്ണി കരയും ചിരിക്കും. പിന്നെ മുട്ടായി എന്ന് പറഞ്ഞിട്ട് എപ്പോഴും കരയും. അതിന് മുട്ടായി അവന്റെ നെഞ്ചാണ്. മുട്ടായി കണ്ടാലും ഓടി മുട്ടായി തിന്നും. അതാണ് അവന്റെ പ്ലാൻ. ഞങ്ങൾ പോകുമ്പോ കൊറേ ഫ്ലാറ്റുകൾ കണ്ടോ നിങ്ങള്? അതൊക്കെ ഞങ്ങളെ ഫ്രണ്ട്സുകളൊക്കെ താമസിക്കുന്ന ഫ്ലാറ്റുകളാണ് കേട്ടോ. നമ്മുടെ ഖത്തർ ഷെയ്ഖിന്റെ ഫോട്ടോ കേട്ടോ ബിൽഡിംഗ് കാണുന്നത്. കൊറേ കാറുകളൊക്കെ പോണ്ട് കേട്ടോ. ഞങ്ങളിനി കുറച്ച് സമയത്തിനുള്ളിൽ അവിടെ എത്തിട്ടോ. നല്ല കാഴ്ചയില്ലേ പുറത്തൊക്കെ കാണാന്. ഞാനും ചോദിച്ചു ബാക്കിൽ നിന്ന് നല്ല തല്ലൂട്ടാന്ന്. കുറച്ചും കൂടി ഉള്ള എത്താന്. ഞങ്ങ വേഗം പോവാന്ന് വിചാരിച്ചത്. രാവിലെ പോവാന്ന് വിചാരിച്ചതാ. ഇപ്പൊ രാവിലെ പോകാൻ പറ്റിയില്ല, വൈകുന്നേരം പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഞങ്ങൾ അവിടെ എത്തി, പാർക്ക് ചെയ്ത് കാറ്. അപ്പൊ സ്റ്റെപ്പ് കണ്ടപ്പോ ഞാനതിൽ കേറി കളിച്ചു. പിന്നെ പാർക്കിൽ നടക്കണം. അപ്പൊ ഞാനും പപ്പയും ചോദിച്ചു നടക്കേട്ടോ. കൊറേ നടന്നിട്ട് നടന്നപ്പോ ഞാൻ ക്ഷീണിച്ചോണ്ട് കൊറേ കഥയൊക്കെ പറഞ്ഞേ. പിന്നെ എന്റെ ഉമ്മച്ചീനെ ഞാൻ ഇങ്ങനെ പിടിച്ചു. ഞാൻ ഈ സാധനത്തിന് കേറി നടക്കണം. കൊറേ ഫോട്ടോ എടുത്തു. പിന്നെ അവിടെ വെള്ളം കണ്ടോ? ആ വെള്ളത്തിന്റെ അവിടെ ഒക്കെ പോയിട്ടോ. വള്ളത്തിൽ പോയപ്പോ നല്ല രസമുണ്ടായിരുന്നു വെള്ളങ്ങൾ കാണാന്. അവിടെ കൊറേ ആൾക്കാരുകളുണ്ട്. അവിടെ കൊറേ ബോട്ടുകൾ പോയിണ്ടായിരുന്നു. ഞാനും പപ്പ അങ്ങോട്ട് നടക്കണേ ഇട്ടോ. ഞങ്ങൾ സ്ഥലത്താനായിട്ടോ. ഞങ്ങൾ വീട്ടിൽ എത്തിപ്പോ രാത്രിയായി. പിന്നെ അത് മാത്രമല്ല, പ്രത്യേകിച്ച് ഒരു കാര്യമില്ലേ, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. ഇതൊക്കെ എല്ലാവരും പെട്ടെന്ന് ചെയ്യണേ. ഞങ്ങൾക്ക് 100K ആവാനായിട്ടോ. ഞങ്ങളിപ്പോ അവിടെ എത്തി. ഇനി കുറച്ചും കൂടി ഉള്ളത് നടക്കാതെ. ഞാനാണെങ്കി ക്ഷീണിച്ച് കറങ്ങിട്ടാട്ടോ ഞങ്ങൾക്ക് പാർക്കിംഗ് കിട്ടിയത്. ഇവിടെ കൊറേ വീടുകളുണ്ട്. അവിടെ അറബികളാണ് താമസിക്കണത്. ഞാനങ്ങനെ നടന്ന് അവിടെ എത്തി. അവിടെ നല്ല പൂക്കളില് കാറുകളൊക്കെ ഉണ്ട്. ഇവിടുത്തെ മേഘങ്ങൾ കാണാൻ നല്ല രസല്ലേ കേട്ടോ. നല്ല കളർഫുള്ളായ ബിൽഡിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. ഞാന് അതിലൊക്കെ കേറാൻ എനിക്കൊരു ആഗ്രഹമുണ്ട്. പിന്നെ ഞാൻ എന്താ ചെയ്ത്, ക്ഷീണിച്ചതല്ലേ എന്ന് പറഞ്ഞിട്ട് കസാലയെന്നു. പിന്നെ കസാല ഇരിക്കണ മുമ്പ് ഞങ്ങള് അവിടെ നിന്ന് ഫോട്ടോ എടുത്തിണ്ടാന്ന്. ടെഡി ബെയർ കണ്ടപ്പോ അങ്ങോട്ട് ഓടി. പിന്നെ ഞാൻ അങ്ങോട്ട് പോയിപ്പോ ഇവിടെ എന്തൊട്ടൊക്കെ എടുക്കണ്ട്. അത് ഞാനൊന്നും കാര്യാക്കില്ല. പിന്നെ അവിടെ നോക്കുമ്പോ കൊറേ ലേറ്റ് ചെയ്ത സാധനം ഉണ്ടായിരുന്നു. അവിടെ പോയിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത്. എനിക്ക് പേടി വെള്ളത്തിൽ അവിടെ നിൽക്കാൻ. ചിലപ്പോ ഞാൻ ആ സാധനം പൊട്ടിട്ട് വീണാലോ. പിന്നെ നിങ്ങൾ നോക്കിയേ, കൊറേ ബോട്ടുകളുണ്ടാ. ഞങ്ങളങ്ങനെ നടന്നു പോവാണ്. കൊറേ നടക്കാണ്ടാന്ന്. ഞാൻ അറ്റത്ത് നടന്നപ്പോഴേ ഒരു കാര്യം കണ്ടിട്ടോ. എന്നിട്ട് ഞാൻ അറ്റത്ത് പോകുമ്പോ നിങ്ങൾ കണ്ടു. പിന്നെ കണ്ടോ കൊറേ ഫോട്ടോകൾ ഞാൻ എടുത്തിട്ടുണ്ട് ഇവിടെ നിന്നിട്ട്. നല്ല ലൈറ്റ് സ്ഥലങ്ങളാ. അത് തൊടാൻ പാടില്ല, നമ്മൾക്കൊന്ന് ഫോട്ടോ എടുക്കാം. പിന്നെ മുടി കേടായിരുന്നു. ഞാന് വണ്ടിന്ന് തുടങ്ങിയപ്പോ മുടി കേടായാണ്. മുടി ഇട്ടപ്പോ കൊറേ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞങ്ങള് പോയി. കൊറേ ഫോട്ടോ എടുത്ത്. എന്റേത് മാത്രല്ല, ചൂച്ചുന്റെ എടുത്ത്. ആ സാധനം ചൂച്ച എനക്കുണ്ട്. എന്നെക്കാൻ പാടില്ല, ആ സാധനം പൊട്ടും, കേടാവും. അതുകൊണ്ട് ഞാൻ ഇടുന്നൊരു ഫോട്ടോ എടുത്ത്, ചൂച്ച ഇടുന്നൊരു ഫോട്ടോ എടുത്ത്. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയി. നോക്ക്, ഇതാണ് ഞാൻ കട സാധനം. കൊറേ നേരം നിന്നൊരു ഫോട്ടോ എടുത്ത്. ചൂച്ചാണെങ്കിൽ അങ്ങോട്ട് പോയപ്പോ കരിഞ്ഞി. നല്ല കരച്ചില്, പേടിച്ച് കരിഞ്ഞി. ചെണ്ടൊക്കെ സൗണ്ട് ഇട്ടിട്ട് അവരുടെ അടുത്ത് പോവാൻ നല്ല പേടി.
ഇപ്പോഴും കരയുണ്ടവന്. പിന്നെ ഞാൻ അങ്ങോട്ട് പോയി കുറെ ഫോട്ടോ എടുത്തവ ചേച്ചിക്ക് അവരുടെ അടുത്ത് പോവാൻ കൊതിണ്ട്. എന്നാലും അവര് കാട്ടൂന്ന് വിചാരിച്ച് അവന് പേടിച്ചിരിക്കുന്നു. പിന്നെ കൊറേ കഴിഞ്ഞപ്പോ ഞങ്ങൾ വേറെ സ്ഥലത്ത് പോയി. അതിതിരി ഞങ്ങളിപ്പോ പോവും അങ്ങോട്ട്. അതിനു മുമ്പ് ഇവരിന്നെ കുറച്ചേരം കഴിഞ്ഞ് ഫോട്ടോ ഒക്കെ എടുത്ത് നിക്കണ്. അത് ഇതിലുണ്ടോന്ന് അറിയില്ല എനിക്ക്. ശരിക്കും പറഞ്ഞ കൊറേ ഫോട്ടോ എടുത്ത് എനിക്ക് നല്ല ഇഷ്ടമായി അവരെ വന്നപ്പോ. ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ സമയത്താണ് അവര് വന്നത്. ഞാൻ കണ്ടതാട്ടോ അവരെ വന്നത്. നല്ല രീതിക്ക് ചെണ്ടിട്ടുണ്ടാന്ന്. എനിക്ക് കൈ തന്ന് ചുച്ചെടുത്ത തലേക്ക് ഒരാള്, ഏറ്റവും ഹൈറ്റുള്ള ആള് ചുച്ചെടുത്ത തലേക്ക് തൊട്ട്. അപ്പൊ ചോദിച്ചു പേടിച്ചതാ. കണ്ടോ ചോദിച്ചു തടണേ. പിന്നെ ഞാൻ അങ്ങോട്ട് നടന്ന്, ഇവര് പിന്നാലെ ഞങ്ങള് നടന്നു പോയി. അവര് കൂടെ നടന്ന് ഞാനും കൂടെ നടന്നുണ്ട്. പിന്നെ ഞാനും ചുച്ചും പള്ളിക്ക് അവിടെ നിക്കണ്ടാന്ന്. അപ്പൊ പപ്പ മാത്രം ഇവിടെ നിന്നിട്ട് ഫോട്ടോ എടുക്കുന്നു. അപ്പൊ ഞാനും ചുച്ചു അവിടെ നിന്നിട്ട് പപ്പക്ക് ഹായ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് വന്ന്. കണ്ടോ ചൂച്ചേന്റെ കൈ പിടിച്ചിട്ടാണ് തന്നെ. അവൻ പേടിച്ച് കാര്യത്തിനോണ്ടില്ലേ, പേടിച്ചിട്ട് എന്റെ കൈമേണ് പിടിച്ചു. അവര് ഈ വൈക്കോടേന് വന്നത്. ഞങ്ങൾ ഈ വൈക്കോടെ പോയി. പിന്നെ ഞങ്ങൾ ഇവിടെ എത്തി. പിന്നെ ചൂച്ചാര് ചൂണ്ടി കാണിച്ചിട്ട് കൊറേ ബോട്ട് പോണ്ടെന്ന്. എന്നാ ഞങ്ങള് വേറെ സ്ഥലത്ത് പോവാൻ നിന്ന്. അപ്പൊ കൊറേ ബോട്ട് പോണപ്പോ ഞാൻ അവിടെ തന്നെ നിന്ന്. പിന്നെ ഞങ്ങൾ ഒന്നും കൂടി താഴെ പോയി. ഇപ്പൊ എന്റെ കൈ പിടിച്ചിട്ടോ. താഴെ പോകുമ്പോ എനിക്ക് പേടിയാണ് എന്റെ കൈ പിടിക്കാൻ. എനിക്ക് പേടിയാണ് കൈ പിടിക്കാൻ. ഞാൻ കൊറേ കുരുത്തക്കേട് കാണിക്കണ്ട. നിങ്ങൾ ഇങ്ങോട്ട് പോയിണ്ടോ? നിങ്ങൾക്ക് ഈ സ്ഥലം നല്ല ഇഷ്ടമായിരുന്നെങ്കിൽ നിങ്ങൾ ഖത്തറിക്ക് വന്നിട്ട് ഇങ്ങോട്ടൊക്കെ വന്നോട്ടോ. നല്ല രസമുണ്ട് ഇവിടെ പോവാന്. ചൂച്ചി പേടിച്ച് കരയാണ് ഇപ്പോഴും. പിന്നെ ഞങ്ങൾ കാറിക്ക് നേരെ പോവാണ്. ഇനി പുതിയ വീഡിയോ വരണ വരെ ബൈ. എല്ലാരും ഇനി ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.